കോർപ്പറേഷൻ കെട്ടിട നികുതി പരിഷ്കരണത്തിൽ കൂടുതലായി പിരിച്ച തുക തിരിച്ചുകൊടുക്കാനുള്ള ഉത്തരവിനെതിരെ അപ്പീൽ പോകേണ്ടതില്ലെന്ന തീരുമാനവുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ കൌൺസിലിൽ ഭരണ പ്രതിപക്ഷ വാഗ്വാദം. തീരുമാനത്തിൽ പ്രതിപക്ഷം നൽകിയ വിയോജനക്കുറിപ്പ് രേഖയിലുള്ളത് ചൂണ്ടിക്കാണിച്ച മേയറുടെ വിശദീകരണത്തിൽ തർക്കം അവസാനിപ്പിച്ച് LDF കൌൺസിലർമാർ. പുതിയ ഭരണസമിതിയുടെ രണ്ടാമത് കൌൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ ഇടയ്ക്കിടെ വാഗ്വാദങ്ങൾ ഉയർന്നെങ്കിലും അതിരുവിടാതിരുന്നത് കൌൺസിൽ നടപടികൾ സുഗമമാക്കി. DLR തൊഴിലാളികളെ നിയമിച്ചത് ചട്ടവിരുദ്ധമാണെന്ന വാദത്തെ വർക്ക് അറേഞ്ച്മെന്റ് എന്ന നിലയിൽ അത് നിയമലംഘനമാവില്ലെന്ന് ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് വിശദീകരിച്ചു. കോർപ്പറേഷൻ ഹെൽത്ത് വിഭാഗം ഭൂരിഭാഗം കൌൺസിലർമാരിൽ നിന്നും ആക്ഷേപം നേരിട്ടു. നഗരത്തിലെ പല ഹോട്ടലുകളും ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന BJP കൌൺസിലർ രഘുനാഥ് C. മേനോന്റെ ആരോപണത്തിന് കേന്ദ്ര സർക്കാരിന്റെ സംരംഭകത്വ നയമാണ് ഈ സാഹചര്യത്തിന് കാരണമെന്ന പ്രതിവാദമുയർന്നു. ശുചീകരണ തൊഴിലാളികൾക്ക് അവരവരുടെ പ്രവൃത്തി സ്ഥലത്ത് തന്നെ ഹാജർ രേഖപ്പെടുത്താൻ സൗകര്യം നൽകണമെന്ന രഘുനാഥ് C. മേനോന്റെ നിർദ്ദേശം മറ്റു കൌൺസിലർമാരും അനുകൂലിച്ചു. തെരുവുനായി ശല്യം, രൂക്ഷമായ കുടിവെള്ളക്ഷാമം, മാലിന്യ നിക്ഷേപം, ഹരിതകർമ്മ സേനാംഗങ്ങളുടെയും DLR തൊഴിലാളികളുടെയും അപര്യാപ്തത, കഴിഞ്ഞ ഭരണസമിതി വിതരണം ചെയ്ത ബയോബിന്നുകളിൽ ഗുണമേന്മയില്ലെന്നതിൽ അന്വേഷണ ആവശ്യം, നെട്ടിശ്ശേരിയിൽ നെൽകൃഷി വെള്ളമില്ലാതെ ഉണക്കുഭീഷണിയിലായത്, മഴക്കാല പൂർവ്വ ശുചീകരണം, ഫുട്പാത്ത് കയ്യേറിയുള്ള കച്ചവടം, തെരുവുവിളക്ക് തുടങ്ങിയ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്തു. TCV തൃശൂർ.